പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. തെളിനീർ തടാകം എന്ന കഥ കേൾക്കൂ. മാനടിക്കാട്ടിൽ തെളിനീർ നിറഞ്ഞ ഒരു തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിലെ കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം കുടിക്കാൻ നിരവധി മൃഗങ്ങൾ എത്തുമായിരുന്നു. തവളകളും ജലജീവികളും അവിടെ സന്തോഷമായി വസിച്ചിരുന്നു. ചുറ്റുപാടുമുള്ള മരങ്ങളിൽ അണ്ണാന്മാരും കിളികളും കുരങ്ങന്മാരും സുഖമായി വസിച്ചു. ഏവർക്കും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു പ്രദേശമായിരുന്നു അത്. ഒരു ദിവസം കൂട്ടുകാരായ കണ്ണനാനയും കുട്ടന്മാനും തടാകത്തിന് സമീപത്തെത്തി. തടാകത്തിലെ തെളിനീർ കണ്ട കണ്ണൻ പറഞ്ഞു, കുട്ടാ കുട്ടാ ചങ്ങാതി, കണ്ണീർ പോലെ തെളിഞ്ഞ വെള്ളം വയറു നിറച്ചു കുടിക്കാനായി വേഗം വരികൻ്റെ ചങ്ങാതി. കൂട്ടുകാരൻ പറഞ്ഞത് കേട്ട് മാൻകുട്ടി തടാകത്തിലേക്ക് തല നീട്ടി തെളിഞ്ഞ വെള്ളം കുടിച്ചു. ആനച്ചേട്ടൻ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് ദേഹത്തൊഴിച്ചും മതിയാവോളം കുടിച്ചും കുളിച്ചും രസിച്ചു. അത് കണ്ട് മരക്കമ്പിലിരുന്ന അണ്ണാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ, അരുതരുതേ, കണ്ണീർ വെള്ളം കലക്കരുതേ, വയറു നിറച്ചു കുടിച്ചു വെറുതെ കോരിക്കളയരുതേ. ആനച്ചേട്ടൻ അപ്പറഞ്ഞ് തീരെ ഇഷ്ടമായില്ല. എങ്കിലും അവനൊന്നും മിണ്ടിയില്ല. കുറച്ചു നാളത്തേക്ക് പിന്നെ കൂട്ടുകാർ ആ വഴി വന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മാൻകുട്ടിയും ആനക്കുട്ടനും കണ്ണാടി തടാകത്തിൽ വെള്ളം കുടിക്കാൻ വന്ന സമയത്ത് പെട്ടെന്ന് ശക്തിയായ കാറ്റുവീശി മരക്കമ്പുകൾ കുലുങ്ങി. മരപ്പൊത്തിലിരുന്ന അണ്ണാൻ കുഞ്ഞ് താഴെ വീണു. അയ്യോ ആനച്ചേട്ടാ, ദേവൻ അണ്ണാൻ കുഞ്ഞ്, മാൻകുട്ടി വിളിച്ചു പറഞ്ഞു. ആനക്കുട്ടൻ ഓടിച്ചെന്ന് മാൻകുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് കോരിയെടുത്ത് കരയിൽ വച്ചു. സാവധാനം തുമ്പിക്കൈ കൊണ്ട് ഊതി ചൂട് നൽകി. എന്നിട്ട് മരപ്പൊത്തിൽ തിരികെ വച്ചു. അപ്പോഴേക്കും അണ്ണാൻ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഓടിയെത്തി. വിവരങ്ങളറിഞ്ഞ് അവർ ഭയന്നു വിറച്ചു. തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച ആനച്ചേട്ടനോട് നന്ദി പറഞ്ഞു. ആനച്ചേട്ടൻ ക്ഷമിക്കണം, തെളിനീർ കലക്കരുതെന്ന് പറഞ്ഞത് തെറ്റായെങ്കിൽ പൊറുക്കുക. എന്നും ഇവിടെ വന്ന് വെള്ളം കുടിക്കണം. ചേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടത്. ഏയ് അതൊന്നും സാരമില്ല, ഞാൻ ഇടയ്ക്കൊക്കെ വരാം. എന്തോ ഭാഗ്യത്തിന് കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നു പറഞ്ഞ് ആനച്ചേട്ടൻ തിരിഞ്ഞു നടന്നു. പുറകെ മാൻകുട്ടിയും. അണ്ണാൻ കുടുംബം ആ കാഴ്ച നന്ദിയോടെ നോക്കി നിന്നു.